ഇന്നലെ രാത്രിയില് നമ്മുടെ നാട്ടിൽ നിന്ന്, അതായത് കൊട്ടാരക്കരയ്ക്ക് അടുത്ത് വെണ്ടാറ്റിൽ നിന്ന് ഒരു ജ്യോത്സ്യനെ പൊക്കാൻ പോലീസ് ആവുന്ന 58 മണി നോക്കി. പക്ഷെ പോലീസിന് അയാളെ കിട്ടിയില്ല. അയാള് ഒളിവിൽ പോയി. ആരാണെന്നറിയാമോ? ഒരു മുരാരി തന്ത്രി. അദ്ദേഹം വളരെ ഫേമസാ. സംഭവം എന്താണെന്ന് ചോദിച്ചാല്, ഇന്നലെ ബാധ ഒഴിപ്പിക്കാൻ ഒരു 16 വയസ്സുള്ള ഒരു പെൺകുട്ടിയുമായി അതിന്റെ മാതാവ് ഇയാളുടെ അടുത്ത് വന്നു. അപ്പം ബാധ ഒഴിപ്പിക്കാനെന്നും പറഞ്ഞ് ഈ കുട്ടിയെ കൊണ്ട് വീടിനകത്ത് കയറിയതാ ഇയാള്. അങ്ങനെ അകത്ത് കയറി ബാധ ഒഴിപ്പിച്ചു. ബാധ ഒഴിപ്പിക്കാൻ ശ്രമിച്ചു. അതായത് ആ കുട്ടിയെ കടന്ന് പിടിച്ചു. അപ്പൊ ഈ ബാധ ഒഴിപ്പിക്കുന്നവർ കൂടുതലും അങ്ങനെയാണല്ലോ. ഒത്തിരിയും വാർത്തകൾ നമ്മൾ കാണുകയും കേൾക്കുകയും ചെയ്യുന്നതാണ്. അങ്ങനെ ബാധ ഒഴിപ്പിക്കാൻ ശ്രമിച്ചു. കുട്ടിയെ കയറി കടന്നു പിടിച്ചു. കുട്ടി വലിയ വായിൽ ബഹളമുണ്ടാക്കി, വിളിച്ചു കൂവി ബഹളമുണ്ടാക്കി. കുട്ടി കുതറി പുറത്തു വന്നു. അപ്പൊ ആ അമ്മയുടെയും മകളുടെയും ബഹളം കേട്ട് നാട്ടുകാരൊക്കെ ഓടിക്കൂടിയപ്പോഴത്തേന് ഇയാള് വീടിന്റെ പിൻവശത്തൂടെ ഇറങ്ങി ഓടിക്കളഞ്ഞു. ഇവര് പുത്തൂർ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവന്ന് പരാതി കൊടുക്കുന്നു. പോലീസ് കേസെടുക്കുന്നു. കേസെടുത്ത് ഇയാളെ അന്വേഷിക്കുന്നു. ഇയാള് ഒളിവിൽ പോയി. ഇതാണ് സംഭവം. ഇയാള് വളരെ ഫേമസ് ആയിട്ടുള്ള ഒരാളാണ്. ഒരു തന്ത്രിയാണ്. മുരാരി ജ്യോത്സ്യനാണ്. ഇപ്പം നമുക്കറിയാം, ജ്യോത്സ്യൻ എന്നൊക്കെ കേട്ടാൽ ആളുകളിലെ ചക്കര കണ്ടാല് ഈച്ച പറ്റുന്നത് പോലെ. ഇപ്പൊ ജ്യോത്സ്യന്മാർക്കൊക്കെ ഭയങ്കര വിലയാണ്. അവരുടെ അടുത്ത് ഈച്ച പറ്റുന്നത് പോലെ ആളുകൾ ഓടിയെത്തും. എന്ത് കാര്യം ഉണ്ടെങ്കിലും ഓടി ചെല്ലുന്നത് ഈ ജ്യോത്സ്യന്മാരുടെ അടുത്താണ്. ജ്യോത്സ്യന്മാരാണല്ലോ ഇപ്പൊ കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. ഒരാള് ഇന്നത് ചെയ്യണം, ഇന്നത് ചെയ്യണ്ട, അല്ലെങ്കിൽ ഇന്ന സമയത്ത് ചെയ്താൽ മതി, അല്ലെങ്കിൽ ഇന്ന സമയത്ത് ചെയ്താൽ ദോഷം ഉണ്ടാകും, അല്ലെങ്കിൽ അത് വിജയിക്കത്തില്ല, അല്ലെങ്കിൽ വിജയിക്കും. ഇങ്ങനെയുള്ള കാര്യങ്ങൾ മുഴുവൻ ഇപ്പോൾ പ്രവചിക്കുന്നത് ഈ ജ്യോത്സ്യന്മാരാണ്. ഈ അന്ധവിശ്വാസം എന്ന് പറയുന്നത് ഒരു ചെറിയ കാര്യമല്ല. എല്ലാ മനുഷ്യരിലും ഉണ്ട് അന്ധവിശ്വാസങ്ങൾ. ഈ ജ്യോത്സ്യന്മാരൊക്കെ പറയുന്നത് ശരിയാണ്. ശരിയായിരിക്കാം, ശരിയാവാതെ ഇരിക്കാം. അല്ല, കാലാവസ്ഥാ നിരീക്ഷകർ പറയുന്ന പോലെ മഴ പെയ്യാനും സാധ്യതയുണ്ട്, മഴ പെയ്യാതിരിക്കാനും സാധ്യതയുണ്ട്. എങ്ങാനും ഇതെങ്ങാനും അവർ പറയുന്നത് എങ്ങാനും ഒന്ന് ശരിയായാൽ പിന്നെ അവരിലുള്ള വിശ്വാസം വർദ്ധിച്ച് അവരാണ് പിന്നെ അവരുടെ ഈ ചെല്ലുന്നവരുടെ ജീവിതത്തെ നിയന്ത്രിക്കുന്നത്. ഒന്നും രണ്ടും ആളുകളല്ല, ഒരുപാട് ആളുകൾ അത്തരത്തിലാണ് ഇന്ന് നമ്മുടെ ഇടയിൽ ജീവിക്കുന്നത്. ഈ മുരാരി ആരാണെന്നറിയാമോ? ഇയാൾ ഈ അടുത്ത സമയം വരെ ഇയാൾ കൊട്ടാരക്കര ടൗണിലും വെണ്ടാറ്റും ഒക്കെ ഓടുന്ന ഓട്ടോറിക്ഷയുടെ ഡ്രൈവറായിരുന്നു. ഇയാൾ. ഞാനും ഇയാളുടെ ഓട്ടോറിക്ഷയിൽ കയറി സഞ്ചരിച്ചിട്ടുണ്ട്. കൊട്ടാരക്കര ബസ് സ്റ്റാൻഡിന്റെ അടുത്തൊക്കെ കിടന്ന് ഇയാള് രാത്രിയിലൊക്കെ കിടന്ന് ഓട്ടോ ഓടിക്കുന്ന ആളായിരുന്നു. ഒരു സുപ്രഭാതത്തിൽ ഇയാള് ഓരോ പ്രവചനങ്ങളൊക്കെ നടത്തി സമൂഹ മാധ്യമങ്ങളിൽ വന്നപ്പോഴാണ് ഇയാളെ കുറിച്ച് അറിയുന്നത്. ഇയാൾ ഇത്രയും വലിയ ജ്യോത്സ്യനായോ എന്ന് അറിയുന്നത്. ഇയാൾ വലിയ വലിയ പ്രവചനങ്ങളാണ് നടത്തുന്നത്. ഓരോ തെരഞ്ഞെടുപ്പ് വരുമ്പോഴും അല്ലാതെയൊക്കെ പല പ്രവചനങ്ങളും അങ്ങ് നടത്തിക്കളയും. അതെല്ലാം സോഷ്യൽ മീഡിയയിൽ എടുത്തു കൊടുക്കുകയും സോഷ്യൽ മീഡിയയിൽ അതൊക്കെ അങ്ങ് വൈറലാവുകയും ചെയ്യും. ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും യൂട്യൂബിലും ഒക്കെ ഇയാളുടെ വീഡിയോകളൊക്കെ അങ്ങ് വൈറലാവും. കാരണം ഇയാൾ പറയുന്ന പൊട്ടത്തരങ്ങൾ കേൾക്കാനും അത് കേട്ടും കണ്ടും രസിക്കുന്ന ആളുകൾ ഒരുപാട് പേരുണ്ട്. അങ്ങനെയാണ് ഇയാൾ വലിയ ജ്യോത്സ്യനായത്. ഇയാൾക്ക് വരുമാനം കൂടി. ഇപ്പൊ ഓട്ടോറിക്ഷക്കാരെയൊക്കെ കണ്ട ഇയാൾക്ക് പുച്ഛോ. പണ്ടത്തെ ഓട്ടോറിക്ഷ ഡ്രൈവർ അല്ല ഇപ്പോഴത്തെ മുരാരി. ഇപ്പം വലിയ ജ്യോത്സ്യന. പണ്ടുള്ള
പ്രഗത്ഭരായ ജ്യോത്സ്യന്മാരെയൊക്കെ കണ്ടിട്ടുണ്ട്. അവരൊക്കെ എഴുതിയിട്ടുള്ളതും പറഞ്ഞിട്ടുള്ളതും ഒക്കെ കാര്യങ്ങളൊക്കെ ഏകദേശമൊക്കെ ശരിയായി. അവര് ആ ജ്യോതിഷ ശാസ്ത്രം പഠിച്ച് തന്നെ പറയുന്ന പണ്ടുള്ള ജ്യോത്സ്യന്മാരൊക്കെ ഉണ്ട്. പക്ഷേ ഇവരെ പോലുള്ള പുതിയ പുതിയ ആളുകൾ തട്ടിപ്പ് നടത്താനും വയറ്റിപ്പഴപ്പിനുമാണ് ഈ ജ്യോതിഷ കൊണ്ടൊക്കെ നടക്കുന്നത്. നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലേ അല്ല ഇയാളുടെ ജീവിത രീതിയും ഇയാളുടെ ഇപ്പോഴത്തെ നിലയൊക്കെ. ഇയാള് പല പൊട്ടത്തരങ്ങളും വിളിച്ചു പറയും. അതൊക്കെ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിക്കും. അങ്ങനെയാണ് ഇയാൾ വലിയ ജ്യോതിഷകനായത്. ഒരുപാട് കാര്യങ്ങളിൽ ഇയാള് പൊട്ടത്തരങ്ങളൊക്കെ വിളിച്ചു പറഞ്ഞ് ഇയാളുടെ വീഡിയോകൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിട്ടുണ്ട്. പ്രത്യേകിച്ച് ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും ഒക്കെ. ഇയാൾ പറയുന്നത് കേൾക്കുമ്പോഴേ നമുക്കറിയാം പൊട്ടത്തരങ്ങളാണ്. ആ പഴയ ഓട്ടോറിക്ഷ ഡ്രൈവറാണ് ഈ മുരാരി. ഒരു സുപ്രഭാതത്തിൽ നോക്കിയപ്പോൾ ഇയാള് കുറെ രുദ്രാക്ഷമാലയും കാവ്യൊക്കെ കൊടുത്ത് രുദ്രാക്ഷമാലയൊക്കെ ഇട്ട് ഭസ്മമൊക്കെ പൂശി ഇയാൾ വലിയ ജ്യോതിഷകനായി ഇരിക്കുന്ന, ജ്യോതിഷകനായി പ്രവചിക്കുന്ന, പ്രവചനം പറയുന്ന ആളായി മാറിക്കഴിഞ്ഞു. ഇയാളുടെ ഒരു വീഡിയോ കണ്ടിട്ടാണ് ഞാൻ പോലും ഇയാളെ ശ്രദ്ധിക്കുന്നത്. അപ്പോഴാണ് അറിയുന്നത്, അയ്യോ ഇത് നമ്മുടെ പഴയ ഓട്ടോറിക്ഷക്കാരനല്ലേ, ഓട്ടോറിക്ഷ ഡ്രൈവർ അല്ലേ. ഇങ്ങനെ ഒരുപാട് പേരുണ്ട് വയറ്റിപ്പഴപ്പിനായിട്ട് ജ്യോതിഷവും പറഞ്ഞ് അതാകുമ്പം മെയ്യനങ്ങാതെ പണിയെടുക്കാതെ കാശുണ്ടാക്കാമല്ലോ. 10 കാര്യങ്ങൾ പറയുമ്പോൾ ഏതെങ്കിലും ഒക്കെ കാര്യങ്ങൾ അതിന്റെ അടുത്തൂടെ പോയാൽ മതിയല്ലോ. ഇയാളുടെ അടുത്ത് വരുന്ന ആളുകൾക്ക് വിശ്വാസമാവുമല്ലോ. എന്തിനാടേ ഇങ്ങനെയൊക്കെ മനുഷ്യനെ പറ്റിക്കാൻ നടക്കുന്നത്? ഏതായാലും ഇപ്പോൾ ഒടുവിൽ പോലീസ് തേടി നടക്കുമോ ഇയാളെ. പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവന്ന് കവടിയരത്തി ജ്യോതിഷം പറയിക്കാനായിരിക്കും, മിക്കവാറും പറയിക്കും കയ്യിൽ കിട്ടിയാൽ. ഇയാൾ എത്ര നാൾ ഇയാൾക്ക് ഒളിച്ചിരിക്കാൻ പറ്റും? ഇവനെ പോലെയുള്ളവനെയൊക്കെ പിടിച്ചകത്തിടണം. ഇത് ഒന്നും രണ്ട് സംഭവങ്ങളല്ല പുറത്തു വരുന്നത്, പലയിടത്തും പല സംഭവങ്ങളും പുറത്തു വരുന്നത്. എത്ര വന്നാലും നമ്മുടെ മലയാളികൾ, നമ്മളുടെ ഇടയിലുള്ള നമ്മുടെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കി അവരെ ഒറ്റപ്പെടുത്തുന്നതിന് പകരം നമ്മുടെ ആളുകൾ അത് പഠിക്കില്ല. അവരെ കാണുമ്പോൾ അവരെ പുറകെ പോകും. ഒരു നല്ല കാര്യം നടക്കണമെങ്കിൽ മുമ്പേ പോകുന്നത് ജ്യോതിഷനെ തിരക്കിയ. ആ ജ്യോതിഷം പറയുന്ന കണക്കാണ് അവൻ ആ കാര്യങ്ങൾ ചെയ്യുന്നത്. വേണ്ടെന്നുള്ളതല്ല, അത് ജ്യോതിഷ ശാസ്ത്രം പഠിച്ച് പ്രഗത്ഭരായ ആളുകളുണ്ട്, അവരുടെ അടുത്ത് പോകണം. ഇതുപോലുള്ള തട്ടിപ്പുകാരുടെ അടുത്തല്ല പോകേണ്ടത്. ഇത് കാശിന് വേണ്ടി മെയ്യനങ്ങാതെ എടുക്കാതെ ജീവിക്കാൻ വേണ്ടി വേഷം കെട്ടി നടക്കുന്ന ജ്യോതിഷന്മാരാണ്. അവരെയൊക്കെ കണ്ടെത്തി ഒറ്റപ്പെടുത്തണം. ഇവരെയൊക്കെ വളർത്തി വിടരുത്, ഇവരെ ഒന്നും പ്രോത്സാഹിപ്പിക്കരുത്. ഒരു ബോർഡ് എഴുതി വെച്ച്, ജ്യോതിഷാലയം എന്നും പറഞ്ഞൊരു ബോർഡ് എഴുതി വെച്ച് ഭസ്മം നെറ്റിയിലും കഴുത്തിലും ഒക്കെ ഭസ്മം പൂശി 3-4 രുദ്രാക്ഷ മാലയും ഇട്ട് കാവി കൊടുത്ത് ഒരു കൗടിയും നിരത്തി വെച്ചോണ്ടിരുന്നാൽ ജ്യോതിഷകനാവത്തില്ല. ജ്യോതിഷ ശാസ്ത്രം പഠിക്കണം. പഠിച്ചാൽ അത് 1-2 സമയങ്ങളല്ല, അത് പഠിച്ച് നല്ല രീതിയിൽ പഠിച്ച് ജ്യോതിഷം പറയുന്ന ആളുകൾ ഒരുപാട് പേരുണ്ട്. നമുക്ക് ചുറ്റും ഒരുപാട് പേരുണ്ട് അങ്ങനെ ചെയ്യുന്നത്. അങ്ങനെയുള്ളവരുടെ അടുത്ത് പോയാൽ അവർ കറക്റ്റ് കാര്യങ്ങൾ പറയും. ഇതിപ്പോ പൈസ കൊടുത്താൽ എന്ത് കാര്യവും അവർ പറയും. നമ്മുടെ പൈസയ്ക്ക് അനുസരിച്ചിരിക്കും അവര് പറയുന്ന കാര്യങ്ങൾ. നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ അവർ പറയും, അതിന് പൈസ കൊടുത്താൽ മതി. പൈസയ്ക്ക് വേണ്ടിയാണല്ലോ അവരിയ്ക്കുന്നത്. അവരെ മുന്നിൽ ഇതൊക്കെ അവരെ കൊണ്ട് ഇത് പറയിപ്പിക്കാൻ പോകുന്ന നമ്മളെ വേണം അടിക്കാൻ.
ഈ അമ്മയും മോളും സത്യം പറഞ്ഞാൽ അവരൊക്കെ നിഷ്കളങ്കരായിരിക്കാം, അവരൊക്കെ പറഞ്ഞു കേട്ടായിരിക്കാം അവൻ്റെ അടുത്ത് ചെന്നത്. അവൻ ഇത്തരക്കാരനാണെന്ന് അവര് വിചാരിച്ചു കാണത്തില്ല. അങ്ങനെ അവർക്ക് അങ്ങനെ ഒരു ബോധം ഉണ്ടായിരുന്നെങ്കിൽ അവർ പോവില്ലായിരുന്നു. ഏതായാലും അവന്റെ കാര്യത്തിന് ഒരു തീരുമാനമാവും. ഈ സംഭവത്തിൽ വിവിധ രാഷ്ട്രീയ പാർട്ടികൾ പ്രതിഷേധവുമായി രംഗത്തെത്തിയിരിക്കുക. ഇന്നിപ്പം BJP പ്രവർത്തകരാണ് പ്രതിഷേധവുമായി ഇയാളുടെ വീട്ടിലേക്ക് മാർച്ച് നടത്തിയത്. മറ്റ് രാഷ്ട്രീയക്കാരെല്ലാവരും പ്രതിഷേധവുമായി രംഗത്തുണ്ട്. കഴിഞ്ഞ ദിവസം വെണ്ടാറ് പ്രായപൂർത്തിയാവാത്ത പെൺകുട്ടിയെ പീഡിപ്പിച്ചുവെന്ന് ആരോപിച്ചുകൊണ്ട് നടത്തിയ കേസിൽ മുരാരി തന്ത്രിയെ അറസ്റ്റ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് BJP നെടുവത്തൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മുരാരി തന്ത്രിയുടെ വീട്ടിലേക്ക് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിക്കുന്നത്. അതിന്റെ തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. ബാധ ഒഴിപ്പിക്കാനായി മുരാരി തന്ത്രിയുടെ വീട്ടിലെത്തിയ 16 വയസ്സുള്ള പെൺകുട്ടിയെയാണ് പീഡിപ്പിച്ചെന്നുള്ള പേരിൽ ഇപ്പോൾ പോലീസിൽ കേസ് കൊടുത്തിട്ടിരിക്കുന്നത്. പോലീസ് അന്വേഷിച്ച് വീട്ടിലെത്തിയപ്പോൾ മുരാരി തന്ത്രി ഓടി രക്ഷപ്പെടുകയായിരുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇപ്പോഴും അദ്ദേഹം ഒളിവിലാണെന്നുള്ളതാണ് ഇപ്പോൾ ഇതുവരെ നമുക്ക് ലഭിക്കുന്ന സൂചന. പോലീസ് എന്തായാലും കർശനമായ പരിശോധന ആരംഭിച്ചിട്ടുണ്ട്. എന്തായാലും മുരാരി തന്ത്രിയുടെ വീട്ടിലേക്ക് BJPയുടെ നേതൃത്വത്തിൽ സമരം നടത്തുകയാണ്. അതിന്റെ തത്സമയ ദൃശ്യങ്ങൾ. നമ്മുടെ പ്രിയനം സോദരിയെ
പ്രതിഷേധ മാർച്ച് മുരാരി തന്ത്രിയുടെ വീട്ടിനടുത്തേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ്. പോലീസ് അവിടെ ബാരക്കേഡ് വെച്ച് തടഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ശക്തമായ പ്രതിഷേധത്തിൽ തന്നെയാണ് BJP ഈ ഒരു വിഷയത്തിൽ. ഇന്നലെ വൈകിട്ടോടുകൂടിയാണ് 16-കാരിയെ പീഡിപ്പിച്ചു എന്നുള്ള രീതിയിൽ പോക്സോ കേസ് മുരാരി തന്ത്രിക്കെതിരെ പുറത്തു വരുന്നത്. രാജൻ ബാബു എന്ന ജോത്സ്യൻ പിടിച്ച് കടന്നു പിടിച്ച്
ചെയ്യൂ പോലീസ്. ബിജെപിയുടെ പ്രതിഷേധം. പുറകോട്ടില്ല. ബിജെപി പുറകോട്ടില്ല. പോലീസ് അറസ്റ്റ് ചെയ്യൂ പോലീസ്. വീരൻ മുരാരിയെ ചെയ്യൂ പോലീസ്. ബിജെപി പ്രതിഷേധ മാർച്ച്. നിങ്ങൾ അറിഞ്ഞോ നാട്ടാരെ, പാവപ്പെട്ട പെങ്കൊച്ചിനെ പിടിച്ച മുരാരി, സിരന്നൊരു മുരാരി, വീരൻ മുരാരി. ഇവിടെ പോയി മുരാരി. ചെയ്യൂ പോലീസ്. അറസ്റ്റ് ചെയ്യൂ പോലീസ്. പ്രതിഷേധം. ബിജെപിയുടെ പ്രതിഷേധം. ബിജെപി പ്രതിഷേധ മാർച്ച്. നമ്മുടെ പ്രിയരാം സോദരിയെ പീഡിപ്പിച്ചതറിഞ്ഞില്ലേ? മുരാരി എന്നൊരു തെമ്മാരെ. ജ്യോതിഷത്തിൻ പേര് പറഞ്ഞ് നമ്മുടെ പ്രിയരാം സോദരിയെ ബാരിക്കേഡ് ഉപയോഗിച്ച് പോലീസ് തടഞ്ഞിരിക്കുകയാണ്. നമ്മുടെ പ്രിയം സോദരിയെ പീഡിപ്പിച്ചൊരു കള്ളത്തണ്ടി. മുരാരി എന്നൊരു തമ്മാടി. ഇല്ല മാപ്പില്ല. നിങ്ങളറിഞ്ഞോ നാട്ടാരെ,